വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ല് ഏവരെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാരണം തന്നെയാണ്. വൈദ്യുതി എല്ലാ വീടുകളുടെയും അടിസ്ഥാന ആവശ്യമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വൈദ്യുതി ബില്ല് കൂടി വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒന്ന് തന്നെയാണ് സോളാർ സ്ഥാപിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. PM സൂര്യഘർ മുഫ്തി ബിജിലി യോജന എന്ന സ്കീം വഴി സോളാർ സ്ഥാപിക്കാൻ കഴിയുന്നതാണ്. മേൽക്കൂര സോളാർ പദ്ധതി എന്നും ഇതിന് പേരുണ്ട്. വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനായി സർക്കാർ 70% വരെ സബ്സിഡി നൽകുന്നുണ്ട്. വൈദ്യുതിയുടെ കാര്യത്തിൽ രാജ്യത്തെ ഓരോ വീടിനും സ്വയം പര്യാപ്തമാക്കുക, വൈദ്യുതി ബിൽ ഒഴിവാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതി പ്രകാരം വൈദ്യുതി ഉപഭോഗം ലഭ്യമായ മേൽക്കൂരയിലെ സ്ഥലവും അടിസ്ഥാനമാക്കിയിട്ടാണ് സോളാർ പാനൽ തിരഞ്ഞെടുക്കുന്നത്. സബ്സിഡി ഓരോ തരം പാനലിനും ആവശ്യമായ മേൽക്കൂര വിസ്തീർണത്തിനും അനുസരിച്ച് വ്യത്യാസപ്പെടാം. 2 കിലോവാട്ട് സോളാർ പാനൽ സ്ഥാപിക്കുകയാണെങ്കിൽ സർക്കാരിൽ നിന്നും 70% സബ്സിഡി കിട്ടും. കുറഞ്ഞത് 200 ചതുരശ്ര അടി മേൽക്കൂര സ്ഥലം ആവശ്യമാണ് ഇതിന്. 3 കിലോവാട്ട് സോളാർ പാനലാണെങ്കിൽ സർക്കാരിൽ നിന്നും 60% സബ്സിഡിയാണ് ലഭിക്കുക. ഇതിന് കുറഞ്ഞത് 300 ചതുരശ്ര അടി മേൽക്കൂര ആവശ്യമാണ്. 4 കിലോവാട്ട് സോളാർ പാനലാണെങ്കിൽ സർക്കാരിൽ നിന്നും 45% സബ്സിഡി ലഭിക്കും. ഇതിന് കുറഞ്ഞത് 400 ചതുരശ്ര അടി മേൽക്കൂര സ്ഥലം ആവശ്യമാണ്. 5 കിലോവാട്ട് സോളാർ പാനലാണെങ്കിൽ 40% സബ്സിഡിയാണ് ലഭിക്കുക. ഇതിനായി 500 ചതുരശ്ര അടി മേൽക്കൂര സ്ഥലം ആവശ്യമാണ്. ഉപഭോക്താക്കൾക്ക് സബ്സിഡി നേരിട്ടാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ വളരെ എളുപ്പമാണ്. സോളാർ പാനലുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ ദീർഘകാലത്തേക്ക് വൈദ്യുതി ബില്ല് നൽകേണ്ടതില്ല. സർക്കാർ സബ്സിഡി നേരിട്ട് ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആകുക. അപേക്ഷ നൽകി കഴിഞ്ഞ് 90 ദിവസത്തിനകം സബ്സിഡി ലഭിക്കും. എല്ലാ പ്രക്രിയയും ഡിജിറ്റൽ ആയിട്ടാണ് നടക്കുന്നത്. പദ്ധതി ലഭിക്കുന്നതിനായി പാൻ കാർഡും ആധാർ കാർഡും നിർബന്ധമാണ്. വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ല് നോക്കുകയാണെങ്കിൽ സോളാർ പാനൽ വളരെ ഉചിതമായ ഒന്ന് തന്നെയാണ്. ഈ പദ്ധതിയെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഈ പദ്ധതി പ്രയോജനപ്പെടുത്താവുന്നതാണ്.